ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ പ്രേമം എന്ന് പറയുന്ന സംഗതി, ഹറാമായ രീതിയിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ്. ഇബ്നു തൈമിയ്യ പറയുന്നു, ഇങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങൾ ഒരു പക്ഷേ അത് തുടർന്നു പോയാൽ വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റം ഈ പ്രേമത്തിനുണ്ടാകും. ചില ആൾക്കാർ ഇതിലൊക്കെ പെട്ടുപോകുന്നത്, അവർക്കുള്ള ന്യായം ഇതായിരിക്കും, ഞാൻ ഹറാമായ ഒന്നും ചെയ്യുന്നില്ല, ഇസ്ലാമികമായ പ്രേമം, അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഡ്ഢികളുമുണ്ട്. അവർ പറയുന്നത് എന്താണ്, അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു പക്ഷേ ഒരു പ്രാവശ്യം വ്യഭിചരിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെ തുടർന്ന് ഈ ഹറാമായ ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ നല്ലത്. കാരണം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഹുബ് അത് അള്ളാഹുവിനെ അർപ്പിച്ചു കളയും. അള്ളാഹുവിന്റെ ഹുബിനേക്കാളും ചിലപ്പോൾ മുകളിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ അത് ശിർക്കാണ്. അപ്പൊ ആ ശിർക്ക് ചെയ്യുന്നവൻ ഒരു പക്ഷേ വല്ലപ്പോഴും വ്യഭിചരിച്ചിട്ടുള്ള ഒരു വ്യഭിചാരിയേക്കാളും വലിയ കുറ്റമായിരിക്കും. ആ വ്യഭിചാരിക്ക് ചിലപ്പോൾ വലിയ ഹുബൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും വേശ്യയുമായിട്ട് വ്യഭിചരിച്ചിട്ടുള്ള അയാൾക്ക് ആ പെണ്ണോട് വലിയ ഹുബൊന്നും ഉണ്ടാവില്ല. അത് വലിയ പാപമാണ്, എറിഞ്ഞു കൊല്ലേണ്ട പാപമാണ്. പക്ഷെ അതിലും വലിയ പാപമായിരിക്കും ചിലപ്പോ ഈ ഇസ്ലാമികം എന്ന് പറഞ്ഞിട്ടുള്ള പ്രേമത്തിനും അങ്ങനെയുള്ള കഥ പഠിപ്പിക്കുന്ന സിനിമകളും സീരിയലുകളൊക്കെ പ്രചരിപ്പിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷെ ഉണ്ടാവുക. അല്ലാഹു നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ.